മനസ്സു നന്നാവട്ടെ, മരമേതെങ്കിലുമാവട്ടെ, മാനവഹിത്തിൻ ചില്ലയിലെല്ലാം മാൻപൂ പിരിയട്ടെ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം CP ഷാജി മുഹമ്മദ്. ഇന്ന് വനിതാ ദിനം. ഈ ദിവസം ഓർമ്മിക്കപ്പെടുന്നൊരു വ്യക്തിയാണ് വിപ്ലവ വഴിയിലെ വാനമ്പാടി പ്രിയപ്പെട്ട മേദിനിയമ്മ, PK മേദിനി. വിപ്ലവത്തിൻ്റെ ചൂരും ചുവയും നിറഞ്ഞിരുന്നൊരു കാലഘട്ടത്തിൽ സാധാരണ മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക് വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയം പകർന്നു നൽകിയ വ്യക്തിത്വമാണ് മേദിനി ചേച്ചി. മേദിനി ചേച്ചിയെ ഇന്ന് സംസ്ഥാന ഗവൺമെൻറ് വനിതാ രത്ന അവാർഡ് നൽകി ആദരിക്കുന്നു. ഈ സമയം മേദിനി ചേച്ചിയുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം അവതരിപ്പിക്കുന്നത്. ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് മേദിനി ചേച്ചി ഒന്ന് കാണണമെന്നൊരാഗ്രഹം. അങ്ങനെ ഞാനും എൻ്റെ മകളും കൂടി മേദിനി ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുകയും അല്പം സ്വകാര്യ സംഭാഷണങ്ങളും. അതിനിടയിൽ കൃത്യമായി ഞാൻ പോകാനുള്ള കാരണം മേദിനി ചേച്ചിയോട് ആ പാട്ട് അതിപ്പോൾ പാടിയാൽ മേദിനി ചേച്ചി പാടുമ്പോൾ അതിനൊരു പ്രത്യേക വികാരമാണ്. ആ വാക്കുകൾക്കൊരു ജീവൻ്റെ ഒരു ഉഷസ്സുകൾ, വിപ്ലവത്തിൻ്റെ തീജ്വാലകൾ, സ്നേഹത്തിൻ്റെ ലാളിത്യം എല്ലാം ഒരേപോലെ വിടർന്നു വരുന്നൊരു അനുഭവമാണ് മേദിനി ചേച്ചി ആ പാട്ട് പാടുന്നത്. അതും കേട്ട് മേദിനി ചേച്ചിയുമായി അല്പസമയം സംസാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. മരമേതെങ്കിലുമാവട്ടെ, മാനവഹിത്തിൻ ചില്ലയിലെല്ലാം മാൻപൂ പിരിയട്ടെ. മനസ്സു നന്നാവട്ടെ, മരമേതെങ്കിലുമാവട്ടെ, മാനവഹിത്തിൻ ചില്ലയിലെല്ലാം മാൻപൂ പിരിയട്ടെ. മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സുരബില ജീവിത മാധുരി വിശ്വം സമസ്തമരുളയല്ലോ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ. ഇവിടെയൊക്കെ ചിരിച്ച മുഖത്തോട് എന്നെ പിടിച്ച് എൻ്റെ കൈക്ക് പിടിച്ച് താഴോട്ട് ഇറക്കി ഞാൻ വരുന്ന വണ്ടിയിലെല്ലാം തിരിച്ചു കൊണ്ടുപോയിട്ടുള്ള അച്ഛൻ്റെ മോളാണ്. അതുകൊണ്ട് ആ മോള് ഇവിടെ എനിക്ക് പറയാനുള്ളത്, അച്ഛൻ എങ്ങനെയാണോ ഈ സമൂഹത്തിൽ ജീവിച്ചിട്ടുണ്ട് ഏറ്റവും താഴെയുള്ളവരെ മോളുള്ളവരുടെ പോവുകയേ വേണ്ട. ഒരു നേരം ഒന്നും കിട്ടാത്തവരുടെ വീടുകളിൽ ചെന്ന് നമ്മുടെ നാളത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവർക്ക് കൊടുക്കണം. എന്നിട്ട് പിറ്റേ ദിവസം വേറെ എവിടെയെങ്കിലും നമ്മൾ വാങ്ങിക്കണം. സന്തോഷമുണ്ട്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം കുറച്ചുകൊണ്ട് ഈ പ്രകൃതിയും പ്രകൃതി ജീവനവും പ്രകൃതിയിലുള്ള മറ്റ് ജീവജാലങ്ങൾക്കും എല്ലാം ഒരുമിച്ച് ജീവിച്ച് അവസാനിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണേന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഈ ഇവിടെ വഴി എന്നെ കാണാൻ എത്തിയ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാനിപ്പോൾ മേദിനി ചേച്ചിയെ കാണാൻ വന്നതാണ്. മേദിനി ചേച്ചി ചെറുപ്പം തൊട്ട് തന്നെ വിപ്ലവത്തിൻ്റെ ആ ചൂരും ചുവയും നിറഞ്ഞിരുന്നൊരു കാലഘട്ടത്തിൽ വാക്കുകളേക്കാളപ്പുറം മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക്, സാധാരണ തൊഴിലാളികളുടെ മനസ്സുകളിലേക്ക് വിപ്ലവത്തിൻ്റെ ആ ജീവൻ പാട്ടുകളിലൂടെ സമർപ്പിച്ച് ഒരു ചരിത്രം തന്നെ പറയുമ്പോൾ PK മേദിനിയുടെ പാട്ടും മൈക്കുമുണ്ട് എന്നൊരു കാലഘട്ടത്തിൽ ഒരു തലമുറയോട് പറഞ്ഞ് അവരുടെ മനസ്സുകളിലേക്ക് പാട്ടുകളിലൂടെ ആലപ്പുഴയിലും പുന്നപ്പറയിലും വയലാറിലും മാരാരിക്കുളത്തുമുള്ള സാധാരണ തൊഴിലാളികളുടെ മനസ്സുകളിലേക്ക് പാട്ടിൻ്റെ ജീവൻ തുടിപ്പുകൾ പകർന്നു നൽകി മേദിനി ചേച്ചി കാണുക എന്നത് ജീവിതത്തിലൊരാഗ്രഹം. മേദിനി ചേച്ചിയായിട്ട് കുറച്ച് നേരം, കുറേ അധികം സമയം മേദിനി ചേച്ചിയായിട്ട് പല പല കാര്യങ്ങൾ സംസാരിക്കാൻ സാധിച്ചു. ഈ സമയങ്ങൾ ജീവിതത്തിൽ ഇന്നും മറക്കാൻ പറ്റാത്തൊരു നിമിഷങ്ങളായി മാറുകയാണ്. എന്നും അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ദൈവമേ അനുഗ്രഹിക്കും.